ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുത്. വർക്ക് ഫ്രം ഹോമിനെ കുറിച്ച് ചിന്തിക്കൂ, പെട്രോൾ ലാഭിക്കൂ. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയിൽ മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധന വിലവർദ്ധനവ് സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നതിനിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർക്ക് ഫ്രം ഹോം വീണ്ടും തുടങ്ങണമെന്ന് മോദി പറഞ്ഞു. ഇന്ധന ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. നമ്മുടെ വിദേശ നാണ്യത്തെ സംരക്ഷിക്കാനായി ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ദേശീയ താൽപര്യം മുൻനിർത്തി വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ കോൺഫറൻസ്, വെർച്വൽ മീറ്റിംഗ് എന്നിവ വീണ്ടും തുടങ്ങണം. പെട്രോൾ, ഡീസൽ വില വലിയ രീതിയിൽ ഉയരുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ നമ്മുടെ വിദേശ നാണ്യം സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യാന്തര വിപണിയിൽ എണ്ണവില വലിയ രീതിയിൽ ഉയരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയെന്നത് ശ്രദ്ധേയമാണ്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $100 കടന്നു കുതിക്കുകയാണ്. ഇറാൻ യുദ്ധം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ എണ്ണവില $120 എത്താൻ വൈകില്ലെന്ന പ്രവചനങ്ങളും വന്നുകഴിഞ്ഞു. അതേസമയം എണ്ണ കമ്പനികളുടെ നഷ്ടത്തിന്റെ കണക്കുകളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പ്രതിദിനം 1600 മുതൽ 1700 കോടി രൂപയുടെ വരെ നഷ്ടം നേരിടുന്നുവെന്നാണ് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ അറിയിക്കുന്നത്. യുദ്ധം തുടങ്ങി 10 ആഴ്ച പിന്നിടുമ്പോൾ ആകെ നഷ്ടം 1,00,000 കോടി കവിഞ്ഞുവെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ നഷ്ടം സംബന്ധിച്ച കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്.